സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെയും ഇപ്പോഴും മമ്മൂട്ടിയെക്കുറിച്ച് ചോദിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ചോദിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ ദേവൻ പറയുന്ന ചില വാർത്തകളിൽ പലരും അദ്ദേഹത്തിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു മെഗാസ്റ്റാർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കും. എന്നാൽ മറ്റു പല താരങ്ങളുടെയും കാരണത്താൽ തന്നെ ഇത്തരത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത് വളരെയധികം തന്നെ പ്രശ്നമാണ് എന്ന് പറയുന്നു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട പല വാർത്തകളും ചർച്ചകളുമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ നടൻ ദേവനെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് എല്ലാവരും എത്തുന്നത്. വളരെയധികം നാളുകളായി തന്നെ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന ഒരു താരമായതുകൊണ്ട് പ്രേക്ഷകർ വല്ലപ്പോഴും മാത്രമല്ല ദേവനെക്കുറിച്ച് ചിന്തിക്കാറുള്ളത്, എപ്പോഴും ചിന്തിക്കാറുണ്ട്, എപ്പോഴും പ്രേക്ഷകർ കാര്യം ചോദിക്കാറുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന വാർത്തയായി ഇത് വേഗം മാറുകയാണ്. വളരെയധികം തന്നെ എല്ലാം തുറന്നു പറയുന്നൊരു വ്യക്തിയാണ് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. മമ്മൂട്ടിയുടെ ഗേറ്റിന് മുകളിൽ റീത്ത് വയ്ക്കാൻ പല പാർട്ടികളും വന്നിരുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളെന്ന് മമ്മൂട്ടിയുടെ വീടിന് മുന്നിൽ സമരം ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊക്കെ വളരെ ഫീലിംഗ് ആയിപ്പോയി. അമ്മയുടെ മീറ്റിംഗ് മമ്മൂക്കയ്ക്ക് വീട്ടിൽ നടക്കുന്ന സമയത്ത് പ്രശ്നമായിരുന്നില്ല. എല്ലാ രാഷ്ട്രീയ പ്രശ്നങ്ങളും അതുപോലെ തന്നെ അവരുടെ യൂത്ത് മൂവ്മെൻറ്റുകളും വൻ ബഹളമായിരുന്നു. ആർട്ടിസ്റ്റുകൾ വളരെ തന്നെ സെൻസിറ്റീവുമായി മാറുകയായിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ പ്രതി ചേർക്കപ്പെട്ട ശേഷമാണ് നടൻ ദിലീപിനെ അമ്മ സംഘടനയിൽ നിന്നും പുറത്താക്കാൻ തീരുമാനിച്ചത്. അന്നെടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് പറയുകയാണ് ഇപ്പോൾ നടൻ ദേവൻ. മമ്മൂട്ടിയുടെ വീട്ടിൽ അന്ന് നടന്ന എക്സിക്യൂട്ടീവ് യോഗത്തെക്കുറിച്ചും ദേവൻ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് പ്രേക്ഷകരും. അന്നത്തെ തീരുമാനത്തെക്കുറിച്ച് തന്നെയാണ് ദേവൻ സംസാരിക്കുന്നത് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചും വെളിപ്പെടുത്തുന്നുണ്ട്. പ്രേക്ഷകരും ഇതേക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് വ്യക്തമായി തന്നെ ധാരണയിൽ സംസാരിക്കുന്നു. പ്രേക്ഷകർക്ക് മമ്മൂട്ടിയുടെ ഒരു വാർത്ത കേട്ടപ്പോൾ തന്നെ സന്തോഷമായി തോന്നുന്നുണ്ട്. അന്ന് ദിലീപിൻ്റെ ആരാധകരാണ് മമ്മൂട്ടിയോട് ഇങ്ങനെ ചെയ്തത്. എന്നാൽ മമ്മൂട്ടി ആരാധകരും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെയാണ് ഈ വാർത്ത ആദ്യം പുറത്തു വന്നത്. പിന്നാലെയാണ് റീത്തിൻ്റെ കാര്യങ്ങളെല്ലാം പുറത്തു വന്നത്. ഹാരവും പൂക്കളും പൂച്ചെണ്ടുകളും മാത്രമായിരുന്നു ആദ്യം എല്ലാവരും കണ്ടിരുന്നത്. പിന്നാലെയാണ് സത്യം എല്ലാവരും അറിഞ്ഞത്. അതോടെ തന്നെ എല്ലാവർക്കും ഭയമായി മാറി. മമ്മൂട്ടി ആണെങ്കിൽ അതിലൊന്നും കുലുങ്ങില്ല. അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്നായിരുന്നു മമ്മൂട്ടി പറഞ്ഞിരുന്നത്. മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ അവർ നടത്തുകയാണ്, അത് ചെയ്തുകൊണ്ട് പോകട്ടെ. മാനസികാവസ്ഥ എന്ത് തന്നെയായാലും ഞങ്ങളിതെല്ലാം അതിക്രമിച്ച് മുന്നോട്ട് വരും. അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അദ്ദേഹം എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്ന് തന്നെയാണ് പറയുന്നത്. മമ്മൂട്ടിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും പ്രേക്ഷകർ കേൾക്കാറുണ്ട്. ചെന്നൈയിലെ വീട്ടിലാണ് മമ്മൂട്ടി ഇപ്പോൾ താമസിക്കുന്നത്. രോഗാവസ്ഥയെ തുടർന്ന് തന്നെയാണ് മമ്മൂട്ടി ഇപ്പോൾ ഇങ്ങനൊരു ജീവിതം ആസ്വദിക്കുന്നത് എന്ന് കൂടി പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.